chairman of the Fishermen Congress. He came here as a representative of the ICC to conduct the first conference as per the decision of ICC regarding the Mahatma Gandhi MGNRE program and the court verdict of the National Army case. He will tell you something in advance. Rest of the session is ready. Please. Hello everybody. This president is about Mandarega and the National Health case. So our DCC president will explain it in detail. എല്ലാവർക്കും ICCയുടെ പത്രക്കുറിപ്പ് തന്നു. മന്നരേഖയെ തകർക്കാൻ മോദി സർക്കാർ തൊഴിലവകാശം തട്ടിയെടുക്കുന്നു. ഒരുപാട് കോപ്പി തന്നിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ UPA സർക്കാർ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടെ ആരംഭിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദിയുടെ സർക്കാർ അട്ടിമറിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പത്രക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പ്രവൃത്തി ദിവസങ്ങൾ 50-55 ദിവസത്തേക്ക് മാത്രം ചുരുക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് നരേഗ ഒരു ഉപജീവന മാർഗമായി. കൂടാതെ COVID-19 മഹാമാരിയുടെ സമയത്ത് ഇത് ഒഴിവാക്കാനാവാത്ത സാമ്പത്തിക സുരക്ഷാവണിയായി പ്രവർത്തിച്ചു. 2014 മുതൽ പ്രധാനമന്ത്രി മോദി നരേഗയുടെ കടുത്ത ശത്രുത കൊടുത്തു. അദ്ദേഹം ഈ പദ്ധതിയെ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ജീവിക്കുന്ന സ്മാരകം എന്ന് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ബജറ്റ് കൂട്ടിക്കുറയ്ക്കുന്നത് മുതൽ സംസ്ഥാനങ്ങൾക്ക് നിയമപരമായി നൽകേണ്ട ഫണ്ട് തടഞ്ഞു വെക്കുന്നതുവരെയും ജോബ് കാർഡുകൾ ഇല്ലാതാക്കുന്നതും ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സമ്പ്രദായത്തിലൂടെ ഏകദേശം 7 കോടി തൊഴിലാളികളെ ഒഴിവാക്കുന്ന വഴി മോദി സർക്കാർ ആസൂത്രിതമായി ഈ പദ്ധതി തകർത്തു. ഇതിന്റെ ഫലമായി കഴിഞ്ഞ 5 വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം ജോലി കിട്ടുന്ന ദിവസം 50-55 തള്ളപ്പെട്ടു. ഈ ആസൂത്രിതമായ തകർക്കൽ അധികാരത്തിരിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രമായ പ്രതികാര നടപടിയെന്നാണ് ICC ആരോപിക്കുന്നത്. അവകാശത്തിൽ നിന്നും ഔദാര്യത്തിലേക്ക് ഇതുവരെ ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിൽ നൽകിയിട്ടുള്ള അവകാശനിഷ്ഠത ഗ്യാരണ്ടിയായിരുന്നു. പുതിയ ഘടന ഇതിനെ മാറ്റി സംസ്ഥാനങ്ങൾ നടപ്പിലാക്കേണ്ട കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു നിബന്ധനകളുള്ള വാഗ്ദാനം മാത്രമാക്കി മാറ്റുന്നു. ഇതിന്റെ സങ്കല്പം പോലും ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശിച്ച വൃത്തിയെ പോലും തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള മാറ്റം. നിയമപരമായ തൊഴിലവകാശം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ഭരണപരമായ ഔദാര്യമായി ചുരുങ്ങുന്നു. ഇത് പരിഷ്കാരമല്ല, ഗ്രാമീണ ജനതയ്ക്ക് നൽകിയ ഭരണഘടനാപരമായ വാഗ്ദാനം പിൻവലിക്കുകയാണെന്ന് കോൺഗ്രസ് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 100% കേന്ദ്ര സഹായത്തോടെയാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഏകദേശം 50,000 കോടി രൂപയോ അതിലധികമോ ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നു. ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ തന്നെ നിയമങ്ങളിലും പ്രചാരണങ്ങളിലും പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാർ നടത്തുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സഹകരണ ഫെഡറലിസത്തിന് ഇതൊരു മികച്ച ഉദാഹരണമാണ് എന്നും കോൺഗ്രസ് പറയുന്നു. സംസ്ഥാനങ്ങൾ പണം നൽകണം, കേന്ദ്രം പിന്നോട്ട് മാറും, തുടർന്ന് അതിന് രാഷ്ട്രീയ നേട്ടം കേന്ദ്രത്തിൽ ലഭിക്കണം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മാറ്റത്തിന്റെ പിന്നിലെന്നും പാർട്ടി ആരോപിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടുത്താൻ വരുന്നത് ഈ പദ്ധതി പ്രകാരം സർക്കാർ ഉത്തരവുകളുടെ ജോലി ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. ഓരോ വർഷവും നിശ്ചിത കാലയളവിൽ തൊഴിലവസരങ്ങൾ നിർബന്ധിതമായി നിർത്തിവെക്കാൻ പുതിയ സംവിധാനം വഴിയെടുക്കുന്നു. ഇതിലൂടെ ദരിദ്രർ എപ്പോൾ സമ്പാദിക്കണം, എപ്പോൾ പട്ടിണി കിടക്കണമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഫണ്ട് തീരുകയോ അല്ലെങ്കിൽ വിളവെടുപ്പ് കാലത്തോ തൊഴിലാളികൾക്ക് മാസങ്ങളോളം ജോലി നിഷേധിക്കപ്പെട്ടേക്കാം. ഇത് ക്ഷേമ പദ്ധതിയല്ല. ഗ്രാമീണ വേതനം കുറയ്ക്കുന്നതിനും തൊഴിലാളികളുടെ സ്വകാര്യ ഫാമുകളിലേക്ക് തള്ളിപ്പെടുന്നതിനും രൂപകൽപ്പന സർക്കാർ നീങ്ങുന്ന തൊഴിൽ ചൂഷണമാണെന്ന് പാർട്ടിയുടെ നിലപാട്. വികേന്ദ്രീകരണ നാശം ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഉണ്ടായിരുന്ന അധികാരങ്ങൾ തട്ടിയെടുത്ത് ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനങ്ങൾക്കും GIS മാപ്പിംഗിനും ബയോമെട്രിക്സിനും അൽഗോരിതമിക് നിരീക്ഷണത്തിനും കൈമാറും. വികസിത ഭാരത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ പ്രാദേശിക ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയും സാങ്കേതിക തകരാറുകൾ ജനങ്ങളെ പതിന്ന് പുറത്താക്കുന്ന കാരണങ്ങളായി മാറുകയും ചെയ്യുന്നു. പൗരന്മാർ വെറും അക്കങ്ങളായി ചുരുങ്ങുന്നു. ഫണ്ട് വീട് നിയന്ത്രിക്കൽ ഈ പദ്ധതിയുടെ ആവശ്യാധിഷ്ഠിത സ്വഭാവം മാറ്റി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സാമ്പത്തിക പരിധി സമ്പ്രദായം കൊണ്ടുവരുന്നു. ഇത് കേന്ദ്ര വിഹിതം കുറയ്ക്കാൻ ഇടയാക്കും. അതേസമയം അധിക തൊഴിലവസരങ്ങൾക്കായി പണം നൽകാൻ സംസ്ഥാനങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യും. ഇത് തൊഴിലായുള്ള നിയമപരമായ അവകാശത്തെ ബജറ്റിനെ ആശ്രയിച്ചുള്ള
ഒരു ഐച്ഛിക പദ്ധതിയായി മാറ്റുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കരുതപ്പെട്ട് ഇനി അടുത്തതിന്റെ പ്രധാനം നാഷണൽ അവാർഡ് കേസ്. ഇത് നാഷണൽ അവാർഡ് കേസ് നരേന്ദ്രമോദി അമിത്ഷാ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഒരു പ്രതികാര നടപടിയാണെന്ന് ഏറ്റവും ഒടുവിൽ വന്ന കോടതി വിധിയുടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മോദി ഷാമാരുടെ നുണകൾ പൊളിഞ്ഞു, സത്യം വിജയിക്കുന്നു. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തര ഷായും രാജിവെക്കണം. ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ബഹുമാനപ്പെട്ട കോടതി തള്ളിയതോടെ മോദി ഷാമാരുടെ പ്രതികാര രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പരാതി ഉപയോഗിച്ച് ഇഡിയുടെ വിശ്വാസ്യതയെ ഈ സർക്കാർ വീണ്ടും തകർത്തിരിക്കുന്നു. മോദി സർക്കാരിന്റെ ഒരു വിഭാഗമായി മാറിയ ഇഡി രാഷ്ട്രീയപരമായ ഒരു പരാതി ഉപയോഗിച്ച ശ്രമം കോടതി നിരസിച്ചിരിക്കുന്നു. 2014 മുതൽ 21 വരെ CBIയും ഇഡിയും ഈ കേസിൽ ഒരു കുറ്റവുമില്ലെന്ന് സമ്മതിച്ചാണ്. എന്നാൽ 2020 ജൂണിൽ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്തത് വ്യക്തമായ രാഷ്ട്രീയ പ്രതികാരമാണ്. ഇഡിയുടെ നടപടികൾ മറ്റൊരു ഏജൻസിയായ CBIയുടെ അധികാരപരിധി ലംഘിക്കുന്ന ഏകാധിപത്യപരമായ ആധിപത്യമാണെന്ന് കോടതി വിമർശിച്ചു. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് കോടതി ഇത് അന്വേഷിച്ചെടുക്കാൻ പോലും വിസമ്മതിച്ചു. രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂർ ചോദ്യം ചെയ്തത് വെറും രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ആക്രമണത്തെ ധീരമായി നേരിട്ടു. സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. BJPയുടെ രാഷ്ട്രീയം, പ്രതികാരം, നാടകം, അധികാരത്തോടുള്ള അത്യാഗ്രഹം എന്നിവയിൽ പ്രേരിതമാണെന്ന് ഈ വിധി തെളിയിക്കുന്നു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും BJPയുടെ പിടിയിൽ രക്ഷിക്കാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ടം പൂർണ്ണ വേഗതയിൽ തുടരും. നാഷണൽ അവാർഡ് കേസിൽ BJPയുടെ ആരോപണങ്ങൾ വെറും നുണകളാണെന്ന് 140 കോടി ഇന്ത്യക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സത്യമേവ ജയതേ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, മഹാത്മാഗാന്ധിയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രാഷ്ട്രപിതാവിന്റെ പേർ മാറ്റിയിട്ടാണ് പുതിയ പദ്ധതി വന്നിരിക്കുന്നത്. രാഷ്ട്രപിതാവല്ല, രാഷ്ട്രപിതാവിനെ കൊന്നവനാണ് ഈ രാജ്യത്ത് മഹാനെന്ന് മോദി സർക്കാർ കാലാകാലങ്ങളായി അവരെ പിന്തുണയ്ക്കുന്ന അവർ പറയുന്ന നയത്തിനോട് ഈ സർക്കാരും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഈ നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, ഗാന്ധിയല്ല മഹാൻ, ഗാന്ധിജിയെ കൊന്നവനാണ്. ഗാന്ധിജിയെ കൊന്നവനും അമ്പലം പോലും പണിതിട്ടുണ്ട്. ആ നാട്ടിൽ ഭരിക്കുന്ന ഒരു സർക്കാർ, അതിനെ അനുകൂലിക്കുന്ന ആളുകൾ നടന്ന സർക്കാർ, ആ സർക്കാരിന്റെ ഈ നടപടിയിലൂടെ വ്യക്തമാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഗാന്ധി നിന്ദ കൂടിയാണ് AICC അഭിപ്രായം. ഈ പ്രസ് ബ്രീഫ് നിങ്ങളുടെ മുമ്പാകെ പ്രിയപ്പെട്ട AICC ഡെലിഗേറ്റ് സാന്നിധ്യം സമർപ്പിക്കുന്നു. അടുത്തത് കോഴിക്കോട്ടെ കാര്യമാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുന്നണി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കോടഞ്ചേരി ഡിവിഷൻ ജയിച്ചു വന്ന മുൻ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പ്രിയപ്പെട്ട മില്ലി മോഹനെ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരുന്നു. അതിന് ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾ കൂടി ചേർന്ന് മില്ലി ടീച്ചറെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ടീച്ചറാണ് UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് ടീച്ചർ പ്രസിഡന്റ് ആവുന്ന കാര്യത്തിലും സംശയമില്ല. ഇനി അങ്ങോട്ട് 2.5 വർഷക്കാലം ടീച്ചർ പ്രസിഡന്റായിരിക്കും. 2.5 വർഷത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പ്രസിഡന്റായിരിക്കും. ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും നൽകുന്നതാണ്. അങ്ങനെയാണ് UDF തീരുമാനം. രണ്ടാമതായി കോൺഗ്രസ് കോർപ്പറേഷന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി ശ്രീ മാങ്കാവ് ജയിച്ച മനക്കൽ ശശിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കോർപ്പറേഷനിൽ ലീഗിനും കോൺഗ്രസിനും തുല്യ അംഗങ്ങളാണുള്ളത്. പാർലമെന്ററി UDFന്റെ പാർലമെന്ററി പട്ടികയുടെ സ്ഥാനം, അതായത് പ്രതിപക്ഷ സ്ഥാനം തുല്യമായി അത് കോൺഗ്രസും ലീഗും പങ്കിടുന്നു. കോർപ്പറേഷനകത്ത് UDFന്റെ ശക്തിക്കനുസരിച്ച് ലഭിക്കുന്ന സ്ഥാനങ്ങളിലും മത്സരിച്ച് നേടിയെടുക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തുണ്ടാവും. ഒരു കാരണവശാലും BJPയുമായും ഒരു പരസ്യമായോ രഹസ്യമായോ ഒരു ബന്ധമുണ്ടാകില്ല. മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ UDFന് വേണ്ടി കോൺഗ്രസിലെ SK അബൂബക്കർ മീഡിയ ഡിവിഷൻ കൗൺസിലർ മത്സരിക്കും.
പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ആദ്യ ടേമിൽ മുസ്ലിം ലീഗിനാണ്. ആദ്യ ടേമിൽ മുസ്ലിം ലീഗിന്, ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്, രണ്ടാം ടേമിൽ നേതൃത്വം. ഈ ജില്ലാ പഞ്ചായത്തിൽ ഇതിന് വീതം ഒപ്പിച്ചെടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ടീച്ചർ പക്ഷെ അതൊരു 5 വർഷം കോൺഗ്രസിന് എടുക്കാൻ അല്ല, പറ്റില്ല. അത് മുന്നണിയല്ലേ. ഞങ്ങൾ എപ്പോഴും കോൺഗ്രസും ലീഗും ഒക്കെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. എല്ലാ പാർട്ടി പ്രവർത്തകർ, രണ്ട് പാർട്ടിയിലെയും പ്രവർത്തകരുടെ വികാരവും താല്പര്യവും ഒക്കെയുള്ള തീരുമാനമാണ് ഈ കാര്യത്തിലുണ്ടായത്. പഞ്ചായത്തുകളും അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഞങ്ങൾ കാലാകാലങ്ങളായി പല പഞ്ചായത്തുകളിലും അധികാരം പങ്കിടാണ്. ഇത്തവണയും അങ്ങനെ വരാൻ പോകുന്നത്. ചില പഞ്ചായത്തുകൾ സ്ഥിരമായി കോൺഗ്രസ് ലീഗ് ഉണ്ടാവും, ചിലയിടങ്ങളിൽ അധികാരം പങ്കിടിക്കും. ഈ കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലാവധി ഇല്ല, അത് അതിന്റെ അവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഏതായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ കോൺഗ്രസ് കൃത്യമായ UDF മത്സരം ഉണ്ടാവും, സ്ഥാനാർത്ഥി ഉണ്ടാവും. ഞങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് എത്രത്തോളം ലഭിക്കാൻ സാധിക്കുമോ അതൊക്കെ ലഭിക്കും. മേയർ സ്ഥാനാർത്ഥിക്ക് തെറ്റിച്ച് കിട്ടുന്ന വോട്ടുകളൊക്കെ സ്വീകരിക്കും, പക്ഷെ പ്ലാൻഡ് ആയിട്ടുള്ള സ്വീകരിക്കില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഈ BJP ന്നോ CPM എന്നൊക്കെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അവർക്കെതിരായി വോട്ട് ചെയ്താൽ ആ വോട്ടുകൾ സ്വീകരിക്കും. പക്ഷെ BJP ബൾക്കായിട്ട് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താൽ അത് സ്വീകരിക്കില്ല. അല്ല, കുറെ പേർക്ക് തെറ്റിയാലോ? അല്ല, കുറെ പേര് തെറ്റി അവർ പിന്നെ വരുമല്ലോ. അവർ വന്ന് UDF ഭരിക്കണമെന്നും UDF-ഓടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നത് കുഴപ്പമില്ലല്ലോ. അതല്ലേ മത്സരിക്കുന്നത്, അതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതായത് കരട് പട്ടികയിലുള്ള എത്രയോ വോട്ടർമാർ ഫൈനൽ പട്ടികയിൽ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. ഈ പ്രവണത കണ്ടത് ഗ്രാമപഞ്ചായത്തുകളല്ല, കൂടുതൽ നഗരസഭയിലാണ്. ഇപ്പം ഈ ഓരോ ഡിവിഷനിലും 4, 5, 6 ബൂത്തുകളുണ്ട്. പല ബൂത്തുകളിലും അവസാന ഘട്ടത്തിലാണ് ഈ കാര്യം മനസ്സിലായത്. അതായത് കരട് പട്ടിക വന്നു, ഫൈനൽ പട്ടിക വന്നു, ഇതിന്റെ സ്ലിപ്പ് എഴുതാൻ പോകുമ്പോഴാണ് ഈ കാര്യം വരുന്നത്. അന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ആ കാര്യത്തെ കുറിച്ചുള്ള ഒരു നിയമപരമായ പോരാട്ടത്തിന് ഈ കോൺഗ്രസും UDF ഏവറേജ് ഒരു 25 വോട്ടെങ്കിലും ഒരു ബൂത്തിൽ നിന്ന് പന്തയിൽ തള്ളിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാനും അബൂക്കയും ഒരു വീട്ടിലാണെങ്കിൽ എനിക്ക് വോട്ടുണ്ടാവും, അബൂക്ക് വോട്ടില്ല. അങ്ങനെ വ്യാപകമായ തെറ്റുകൾ ഞാൻ അതങ്ങനെ അല്ല, വ്യാപകമായ കൃത്രിമം വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിരവധിയായ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഏറ്റവും അവസാനം ഉണ്ടായത് വളരെ ബോധപൂർവമുള്ള നീക്കം ചെയ്യലായിരുന്നു. ആ നീക്കം ചെയ്യലിൽ ഒരുപാട് UDF-ന്റെ വോട്ടുകൾ തള്ളപ്പെട്ടു. അതുകൊണ്ട് തന്നെ SIR ഞങ്ങൾ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ വിജയം വോട്ടർ പട്ടികയിലെ കൃത്രിമവും അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തെയും അതിജീവിച്ചുകൊണ്ടുള്ള വിജയമാണ്. വളരെ ചുരുങ്ങിയ വോട്ടിന് UDF-ന് നഗരസഭ നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ 1000-ലേറെ വോട്ടുകൾ, മിനിമം 1000-ലേറെ വോട്ടുകൾ, ആയിരക്കണക്കിന് വോട്ടുകൾ കോൺഗ്രസിന്റെ UDF-നായതും ഇത് തള്ളപ്പെട്ടിട്ടുണ്ട്. അത് കോർപ്പറേഷന്റെ ഇലക്ഷൻ നടപടികൾ നിയന്ത്രിച്ച ഇലക്ഷൻ കമ്മീഷൻ CPM-ന് വേണ്ടിക്കൊണ്ട് ഒത്താശ ചെയ്തതാണ്. അതിന് കൃത്യമായ കണക്കുകളുണ്ടെന്നും അതിനെതിരെയുള്ള ശക്തമായ നിയമപോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇനി ടീച്ചറുടെ സംസാരം ഈ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായി? അല്ല, അത് 26-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ തെളിവെടുപ്പ് ആരംഭിച്ചു. ഞാൻ അതേക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വിജയം ഈ ജില്ലയിൽ ഉണ്ടായി. നിയാസ് വക്കീലിന്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദുഃഖമാണ്. അത് ഗൗരവത്തോടു കൂടിയാണ് DCC മാത്രമല്ല KPCC കാണുന്നത്. അതിൽ എന്തെങ്കിലും സംഘടനാ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിലും എന്തെങ്കിലും അൺപോളിക് ബന്ധം ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത് ഏതെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണെങ്കിൽ ആ കാര്യം ഞങ്ങൾ പൊതുസമൂഹത്തിനോട് മുമ്പിൽ വെളിപ്പെടുത്തും. പാർട്ടിക്കകത്താണ് വീഴ്ചയെങ്കിൽ അതിശക്തമായ സംഘടനാ നടപടി ആ കാര്യത്തിൽ ഉണ്ടാകും. റിപ്പോർട്ട് അന്വേഷണം നടക്കുന്നത് കൊണ്ട് അത്രമാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെടാൻ ഉണ്ടാവും. നടപടിക്രമമാണല്ലോ. പക്ഷെ താങ്കൾക്ക് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നിയാസ് തന്നെ പറഞ്ഞു, നിയാസ് തോൽക്കുമെന്ന് നിങ്ങളെ അറിയിച്ചിരുന്നു, ഒരാഴ്ച മുന്നേ അറിയിച്ചിരുന്നു, ചില കളികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബോധ്യം എന്താണ്? അത് ഞാനെന്താ അറിയോ, എന്തായാലും ആ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണല്ലോ ഞാൻ അന്വേഷണം വെച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒന്നും നടന്നില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷൻ വെക്കില്ലല്ലോ.
അത് ചെറിയ എന്തൊക്കെയോ നടന്നു എന്നൊരു സംശയമുണ്ട്. ഏതാ റിപ്പോർട്ട് വേണ്ടേ? അല്ല, അങ്ങനെ മുന്നറിയിപ്പ് ലഭിച്ചിട്ട് താങ്കൾ എന്തെങ്കിലും നടപടി ഞങ്ങൾ അത് എന്റെ അടുത്ത് നിയാസമൊക്കെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഞാൻ അവിടെ പോയി രാത്രി ഒരു 2.5 മണിക്കൂർ നേരം ഇരുന്ന് അവലോകനം നടത്തിയിരുന്നു. MK രാഘവൻ MP പോയി നടത്തിയിരുന്നു. ഞങ്ങൾ ഒരു വിവരം കിട്ടിയപ്പോൾ ആ വിവരത്തെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രതിരോധിക്കാനുള്ള വെല്ലുവിളിയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയും അല്ല, ഇതിലൊരു തുടർച്ചയുണ്ട്. കാരണം നിയാസിനെ ആദ്യം നമ്മുടെ എരഞ്ഞിപ്പാലം ഡിവിഷനിൽ, സ്വന്തം ഡിവിഷനിലേക്കാണ് ആലോചിച്ചത്. ആ ഡിവിഷനിൽ നിന്നും നിയാസിന്റെ പേര് വരാതിരിക്കുന്നു, നിരീക്ഷകൻ പേര് പറയുന്നു. അത് കഴിഞ്ഞ് നിയാസിനെ ഒരു സുരക്ഷിത ഡിവിഷനിലേക്കാണ് അബുഖാന്റെ മോളുടെ ഡിവിഷനിലേക്ക് മാറ്റുന്നത്. അവിടെ പോയി പരാജയപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിലൊരു മൊത്തത്തിലൊരു കോൺസ്പിറസി നടക്കുന്നുണ്ടോ? അല്ല, എന്തായാലും റിപ്പോർട്ട് വരണ്ടേ? കാരണം ഈ ജില്ലയിലെ ഏറ്റവും സീനിയർ നേതാക്കളുടെ ചൂരപ്പെട്ടിട്ടുണ്ട്. അവർ നിഷ്പക്ഷമായ അന്വേഷണം നടത്തും. ഇന്നലെ ഒരു ഫസ്റ്റ് സിറ്റിംഗ് നടന്നു. ഇങ്ങനെ സിറ്റിംഗ് കൂടിയിട്ട് ഏതായാലും ഇതിപ്പോ 19 26 റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായ നടപടികളുണ്ടാവും. ഈ പാർട്ടിക്കകത്തുനിന്ന് തന്നെ പാരമ്പര്യം ഉണ്ടായിരുന്ന ഞാനിപ്പോ പറയുന്നത് ശരിയല്ലല്ലോ. റിപ്പോർട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ നിങ്ങൾ പിന്നെ എന്താണ് UDFന്റെ സ്റ്റാൻഡ്? ഈ വിമതനായി മത്സരിച്ച് ജയിച്ച ആളെ കൂടെ നിർത്താൻ, അതായത് വിമതനായി മത്സരിച്ചത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആളായിരുന്നല്ലോ. ആ വിമതൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിമതനായ അയാൾ രംഗത്ത് വന്ന സമയത്ത് നിങ്ങൾ നടപടി എടുത്താണല്ലോ. നടപടി എടുത്താണ്. അത് നടപടി എടുത്തതാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായി സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീരുമാനം എടുത്തില്ല. അത് വിമതരൊക്കെ ഈ ജയിക്കുമ്പം ഉള്ളിൽ കയറ്റുകയും മറ്റ് എതിര് നിന്നവരെ പുറത്തു തന്നെ നിർത്തുകയും കോൺഗ്രസ് പാർട്ടിയിൽ ജയിക്കുമ്പോൾ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, തോറ്റിൽ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഞങ്ങൾ മാറ്റിവെക്കും. അതായത് അവർ പാർട്ടി വിമതായി മാറിയപ്പോൾ അവരിലൂടെ പുറത്തു വന്ന വാക്കുകൾ, അവർ നടത്തിയ പ്രസ്താവനകൾ, അവർ സ്വീകരിച്ച രീതികൾ, അതാണ് പരിശോധിക്കുന്നത്. ജയവും തോൽവിയല്ല അതിന്റെ മാനദണ്ഡം. അവർ വിമതരായി മാറിയപ്പോൾ സ്വീകരിച്ച പ്രവർത്തന ശൈലിയാണ് ഈ കാര്യങ്ങളുടെ മാനദണ്ഡം. അത് പൊതുവിൽ കൊടുക്കുന്ന ഒരു സന്ദേശം, ജയിച്ചവൻ കുഴപ്പമില്ല, വിമതനായി നിന്ന് തോറ്റാലേ ഉള്ള പ്രശ്നം. അല്ല, തോറ്റവരും വന്ന് എനിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, വിമതനായി നിന്ന് തോറ്റ ആളുകളും പാർട്ടിക്ക് തിരിച്ചു അപേക്ഷ തന്നിട്ടുണ്ട്. അങ്ങനെ ആളുകളെ തിരിച്ചെടുത്ത പാരമ്പര്യവും പാർട്ടിക്കുണ്ട്. പക്ഷെ ഇത്തവണ ഒരു കാര്യം നിർബന്ധം പാർട്ടി എടുത്തിട്ടുണ്ട്. അവർ വിട്ടുപോയപ്പോൾ സ്വീകരിച്ചൊരു രീതിയുണ്ട്. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും അടച്ചാക്ഷേപിക്കുക, കോൺഗ്രസ് പാർട്ടിയെ തെറി പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുക. അത്തരം ആളുകളെ ജയിച്ചാലും തോറ്റാലും എടുക്കില്ല. മറ്റത് കോർ കമ്മിറ്റി പരിശോധിച്ചിരിക്കും. അവിടെ തിരുവമ്പാടി തന്നെ പ്രാദേശിക കോൺഗ്രസുകാർക്കിടെ ഒരു എതിരഭിപ്രായം അവരെ പലരും വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ലെന്ന്. അപ്പൊ അവരെ എങ്ങനെ നിങ്ങൾ പറഞ്ഞു? അല്ലെ, അത് വരട്ടെ. ഇന്നലെ വന്നു, അദ്ദേഹം എന്നെ വന്ന് കണ്ടു, പിന്തുണയ്ക്കൽ ഈ മത്സരിക്കാൻ കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചു. കോൺഗ്രസും UDF സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആലോചിച്ച് പറയാം. അല്ല, അതേക്കുറിച്ച് അദ്ദേഹവുമായി ഒത്തുപോകണമെന്ന് ആലോചിക്കണല്ലോ. അവിടുത്തെ ഘടകത്തിൽ ആലോചിക്കട്ടെ. ഇന്നലെ അത് ചർച്ച നടന്നിട്ടുള്ളൂ. ഇല്ല, സമയമുണ്ടല്ലോ. 27-ാം തീയതി തെരഞ്ഞെടുപ്പുള്ളൂ. ഏതായാലും ഞാൻ പറയാം, വിമതന്മാരുള്ള പൊതു സമീപനത്തിന്റെ മാനദണ്ഡമാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ പോസ്റ്റ് ആളുകൾ വിഷയത്തിൽ ഇതിന് സ്ഥാനത്ത് നൽകാത്ത വിഷയത്തിലാണ് നികേഷ് അരവിന്ദ് അവർക്ക് നോട്ടീസ് അയക്കുന്ന നടപടിയൊക്കെ ചെയ്തു. ഇദ്ദേഹത്തിനെ ആർക്കെതിരെ പോസ്റ്റ് ആർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചിലരുടെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഞാനൊരാളെയും പേര് പറഞ്ഞിട്ടില്ല. ഒരു നിങ്ങളാണ് പേര് പറഞ്ഞത്. ഏതായാലും ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടി. മറുപടി തൃപ്തികരമാണെങ്കിൽ അവരെ പാർട്ടി ചെയ്യും. അല്ല, പിന്നെ സ്വാഭാവികല്ലേ, ഒരു തുറന്ന ജനാധിപത്യ പാർട്ടിയല്ലേ. ഞങ്ങൾക്ക് കേരള പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ കപ്പോടി പഞ്ചായത്തിലെ 19-ാം വാർഡില് അവിടെ ജമാഅത്തെ ഇസ്ലാമി വിജയിച്ച് അവിടുത്തെ കോൺഗ്രസിന് വെറും 49 വോട്ടങ്ങനെ കിട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് 592 വോട്ടും കിട്ടി. അപ്പൊ അവിടെ അവിടുത്തെ ഒരു വാർഡ് മെമ്പറായ ഒരാള് കോൺഗ്രസിന് രാജിവെച്ച പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹം ആക്ഷേപിക്കുന്നത് DCC നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയെ കയ്യൊപ്പുണ്ടാക്കിയെന്നൊക്കെയാണ്. എനിക്ക് ഇതുവരെ അങ്ങനത്തെ പരാതി ലഭിച്ചിട്ടില്ല. എനിക്ക് ലഭിച്ച പരാതി നേരെ തിരിച്ചാണ്. അഴിയൂർ പഞ്ചായത്തിൽ CPM മത്സരിച്ചൊരു വാർഡിൽ 8 വോട്ട് കിട്ടിയിരുന്നു. അവിടെ SPP കക്കോടി സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, അവിശുദ്ധമായ ബന്ധം ശ്രദ്ധയിൽപ്പെട്ട് പരാതി കിട്ടിയാൽ കോൺഗ്രസ് അത് ഗൗരവത്തിലെടുക്കും. അവിടെ പക്ഷെ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ പോയപ്പോഴും ഞങ്ങൾ ശ്രീ മുല്ലപ്പള്ളിയെ വിട്ടപ്പോൾ ടീച്ചർ ഞങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് പോലും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു വാർഡിൽ അഴിയൂർ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി കിട്ടിയത് 8 വോട്ട്. അവിടെ SPP ജയിച്ച പറഞ്ഞു, മറ്റു പലരും ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ പരിശോധിക്കാം. അവിടെ ബ്ലോക്കിൽ UDF നല്ല പ്രകടനം നടത്തി. പക്ഷെ ആ വാർഡിൽ അല്ല, ഇത് എനിക്കൊരു പത്രമാധ്യമത്തിന്റെ അഭിപ്രായത്തോടനുസരിച്ച് അന്വേഷിക്കാൻ പറ്റില്ല. അത്തരം ഒരു പരാതി എന്റെ ഏതെങ്കിലും പാർട്ടി ഘടകത്തിൽ ലഭിച്ചാൽ അല്ല, ഞാൻ അതല്ല, അത് ജനം പൊട്ടിൽ ആരംഭിക്കല്ലോ.
പക്ഷെ എന്നെ സംബന്ധിച്ച് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടിയുമായി പോകണമെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് എ കംപ്ലൈന്റ് ഫ്രം ദ അല്ല പക്ഷെ കണക്കുകളുടെ പുറകെ പോകണമെങ്കിലും എന്ത് പോകണമെങ്കിലും എനിക്ക് പരാതി ലഭിക്കണ്ടേ? അല്ല, പരാതി കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് അല്ല, കോൺഗ്രസ് ഇതൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഇത്തവണ ഈ ഉജ്ജ്വലമായ വിജയം ലഭിച്ചപ്പോഴും മോശമായ പ്രകടനമുള്ളെടുത്ത് അവിടുത്തെ വീഴ്ച അന്വേഷിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഉദാഹരണം പാളയംപാട് ഉൾപ്പെടെ, മാവൂർ ഉൾപ്പെടെ, കാരശ്ശേരി പഞ്ചായത്ത്, അഴിയൂർ പഞ്ചായത്ത്, അങ്ങനെ വരുന്ന ഓരോ ദിവസവും സ്വാഭാവികമായും വോട്ട് കുറഞ്ഞിടത്ത് കണ്ടീഷൻ ഉണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഈ ജയിച്ച വിജയത്തിൽ ആളാദിക്കുന്നതിനപ്പുറത്ത് പറ്റിയ പിഴവുകൾ തിരുത്താനുള്ള നടപടികളുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് കക്കോടിയായാലും അഴിയൂരായാലും. ഈ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ഈ ചാണകവെള്ളം തെളിക്കൽ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തു. അത് കോൺഗ്രസ് അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. അത് സംഭവിക്കാൻ പാടുള്ളതാണോ? അല്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നു, ചാണകവെള്ളം തെളിച്ചത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായത്തെയോ ഉദ്ദേശിച്ചല്ല. അതുപോലെ അതായത് ഇപ്പൊ ഞാനൊരു പറയാം, ഇപ്പൊ സത്യം പറഞ്ഞ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ മില്ല് ടീച്ചർ പോകുമ്പോൾ ഒരു വെള്ളം കൊടുക്കുന്ന എനിക്ക് മനസ്സിലുണ്ട്. ഞാൻ ചെയ്യുന്നത് പോലെ കാര്യം അത് ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. അത് പേഴ്സണലി തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിലൊന്നും നടന്നിട്ടില്ല. അല്ല, അതിനേക്കാൾ യുഡിഎഫും പിന്നും അത് ഓരോ പ്രവർത്തനം ചങ്ങരോത്ത വിജയം പിന്നും വിജയം. കാരണം അവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റാ കിട്ടിയത്. വിജയം ഒറ്റ സീറ്റാ കിട്ടിയ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ എൽ ഡി എഫ് സീറ്റാ കിട്ടിയത്. അതൊരു പ്രവർത്തകന്റെ വ്യക്തിപരമായി ഉണ്ടാവും. പക്ഷെ ആ ഇഷ്യൂ പാർട്ടി ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സമുദായത്തെ ഉന്നമിച്ച് ചെയ്യുന്നു പറയുന്ന ആ പ്രചരണത്തോടെയാണ് ചെയ്തത് ശരിയാണെന്ന് അല്ല, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒഴിവാക്കാമായിരുന്നു. പണ്ട് കാലത്തൊക്കെ അത് ഞാൻ പറയട്ടെ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത്തരം അനാചാരങ്ങളൊന്നും ഒരു വിശ്വാസമില്ല. കാരണം ആചാരങ്ങളിലും വിശ്വാസം, അതുകൊണ്ട് ആരാധനയിൽ വിശ്വാസമുണ്ട്. അത്തരം അനാചാരങ്ങളിൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഇതൊരു ഏതെങ്കിലും ഒരു വ്യക്തി അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പാർട്ടി ഒരു വ്യക്തിയുടെ സമുദായത്തെ കേന്ദ്രീ ഉന്നമിച്ച് ചെയ്താണെന്ന് പറയുന്ന CPM നിലപാടിനോട് പരിഹാസമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ പ്രവൃത്തി എന്താ അപലപിക്കുക? ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ആലോചിക്കുകയും ചെയ്യാം, ഉറപ്പാണ്. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു പ്രകടനമായിട്ട് പോകുമ്പോ ഒരു പ്രസ് ക്ലബിൽ കല്ലെറിഞ്ഞാൽ അത് പാർട്ടിയുടെ തീരുമാനമല്ലല്ലോ, അല്ലല്ലോ. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എറിഞ്ഞാൽ ഒരാൾ ചെയ്തു, അത് ചെയ്തിട്ട് പറയണ്ട. പക്ഷെ ഒരു ചെയ്ത പ്രവൃത്തി തോറ്റതിന് പിന്നാലെ ഒരു പ്രതിനിധാനം ചെയ്ത പ്രസിഡന്റിന്റെ സമുദായത്തെ ഉന്നമിച്ച് പറയുന്നതൊക്കെ പറഞ്ഞ ആ നടപടിയോട് പിന്നെ ഞാൻ മനസ്സിലാക്കി മാനസികാവസ്ഥ അങ്ങനെയാണ്. എന്തെങ്കിലും കക്ഷികൾ വേണ്ടി നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്തരം വ്യക്തിപരമായ നടപടികൾ ഒഴിവാക്കാമായിരുന്നു. അല്ല, മുനിസിപ്പാലിറ്റി ചർച്ച നടക്കുന്നു. ഏതായാലും കോൺഗ്രസും ലീഗുമാണ് വലിയ കക്ഷികൾ. ആ കോൺഗ്രസും ലീഗും എല്ലാ കാര്യത്തിലും ഒറ്റ പാർട്ടി ഒരഭിപ്രായ വ്യത്യാസം ഒരിടത്തുമാണ്. ടീച്ചറിന്റെ അതൊരു ചേർത്ത് ടീച്ചർ ഈ സ്ഥാനലബ്ധി എങ്ങനെ കാണുന്നത്? ചരിത്രമാണ്, ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ്സുകാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്നത്. എങ്ങനെയാണ്? പാർട്ടി വലിയൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വളരെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ഇത് പൂർത്തീകരിക്കണം, ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനൊക്കെയായിരിക്കും ടീച്ചർ പ്രഥമ പരിഗണന കൊടുക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന വികസനത്തിനാണ്. കോഴിക്കോടിന്റെ പൈതൃകം കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ടീച്ചർക്ക് நிறைய ബുദ്ധിമുട്ടില്ലേ പിന്നീടാക്കാല്ലേ? വികസനവും ജനനന്മയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ.
എല്ലാവരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത്. കൂട്ടായ ചർച്ചകളിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാം തവണ 2005-10 കാലഘട്ടത്തിൽ ജനപ്രതിനിധിയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്, സ്റ്റേറ്റ് അഡ്വൈസറി, സംസ്ഥാന സെക്രട്ടറി, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. കോൺഗ്രസിന് അതിലൊരു മെമ്പർ ആക്കിയത് ആ മെമ്പറുടെ അബൂഖാന്റെ കാലഘട്ടം കൂടി പറയും. എന്താ ചോദിച്ചല്ലോ? ലോക്സഭാ മണ്ഡലത്തിൽ 50,000 വോട്ടിന് ഇടതുമുന്നണിയുടെ മുന്നിലാണ്. ഞാൻ ആ കാര്യം വാർത്ത വായിച്ചു. ഞാൻ പറഞ്ഞ ഒരു കണക്ക് മാഷ് ഏർപ്പാട് കൊടുക്കുക CPM എഴുതിയിരുന്നു. കാരണം വലിയ കണക്കൂട്ടൊന്നും അല്ലാതെ ഈ കോഴിക്കോട് ജില്ലയിൽ 10 UDF ലീഡാണ്. ആ 10 UDF ലീഡെടുത്ത് 3 കോഴിക്കോട് അസംബ്ലി നടക്കുക. അതായത് ഞങ്ങൾ പുറകിലുള്ള 3 13 മണ്ഡലത്തിൽ 10 UDF ലീഡാണ്, 3 LDF ലീഡ്. അത് എലത്തൂരും നോർത്തും ബേപ്പൂരാണ്. അവിടുത്തെ 5 ലീഡാണ്. പിന്നെ എന്ത് കണക്കിലാണെന്ന് അറിയില്ല. വടകര മേഖലയിൽ CPM എടുത്ത് കണക്ക് അധ്യാപകനെ CPM ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അത് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് കേട്ടോളൂ, ഏത് ഡിവിഷനിൽ കണക്കൂട്ടിക്കോളൂ. ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ മുമ്പ് കിടക്കില്ലേ കണക്ക്? ആ കണക്ക് ഏത് പ്രകാരമാണ് കോഴിക്കോട്ടെ വോട്ടുണ്ട്? വോട്ടിലൊക്കെ UDF LDFന്റെ മേൽക്കൈ ഉണ്ടായി എന്നാ പറഞ്ഞേ. 50,000-ഓളം വോട്ട് മുമ്പിൽ നിന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ട് ഞാൻ കണക്കാക്കി നിൽക്കുക. ഏതാണ് മാത്തമാറ്റിക്സ്? അതായത് വടകരയിൽ UDF ലീഡ്, നാദാപുരത്ത് UDF ലീഡ്, കൊയിലാണ്ടിയിൽ UDF ലീഡ്, കുറ്റ്യാടിയിൽ UDF ലീഡ്, പേരാമ്പ്രയിൽ UDF ലീഡ്. ഈ 5 പിന്നെ അവിടെ LDF ലീഡ്. അല്ല, നമ്മുടെ ജില്ല നിയോജകമണ്ഡല സ്ഥാനത്ത് 5 നിയോജകമണ്ഡലല്ലേ വടകര ലോക്സഭയിലുണ്ട്. പാർലമെന്റിലെ ടോട്ടൽ വോട്ട് ഞാൻ കോഴിക്കോട് സെക്രട്ടറിയുടെ തലശ്ശേരി കണക്കല്ലോ പറയേണ്ടത്. പണ്ടത് കോഴിക്കോട് കണക്കില്ല. അല്ലല്ല, അവർ പറഞ്ഞത് കോഴിക്കോട് സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞ ഞാൻ നോക്കത്. അപ്പൊ കുറിച്ച് കണക്ക് വെച്ച് പറയാം. ഇവിടുത്തെ സെക്രട്ടറി പറഞ്ഞത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അത് മാത്രമല്ല MBA ഫെസിലേറ്റൊക്കെ പറഞ്ഞു, ഷാഫി എഫക്ട് ഇല്ല എന്ന് അതും പറഞ്ഞു. നിർദ്ദേശിച്ചില്ലേ? അവര് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ ഒരു MPയുടെ പേരെടുത്ത് വ്യക്തിപരമായി കുറ്റപ്പെടുത്തി പറയാണ്. അത് ഞാൻ വിടുന്നു. കാരണം അവരുടെ എന്താ പറയാ, അവരുടെ രീതിക്ക് ഞാൻ വിടുന്നു. പക്ഷേ ആ ഷാഫിയുടെ അങ്ങനെ തന്നെയാണെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഈ ജില്ലയിലെ 5 UDF ലീഡായിരിക്കെ എങ്ങനെയാണ് LDF എന്ന് പറയുക? കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ കൂടി കൂടുമ്പോൾ അത് കണ്ണൂരിൽ നിന്നാണ് ഇവരല്ലേ പറയേണ്ടത്, രാജേഷ് കെല്ലേ പറയേണ്ടത്. ചെറിയ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. അത് നോക്കൂ, നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര ലീഡ് നോക്കൂ. 2000 എവിടെയാ 2000? അല്ല, ഇവിടെ എത്രയാ? പേരാമ്പ്ര എത്രയാ? അല്ല, വടകര നഗരസഭയിൽ അവർക്ക് നല്ല ഭൂരിപക്ഷമില്ല. ഞാൻ നമ്മുടെ നഗരസഭ എടുക്കണ്ട, ഞാൻ ചോദിക്കുന്നത് വോട്ട് ഷെയർ പരിഗണിക്കുമ്പോൾ അങ്ങനല്ലേ അവര് പറഞ്ഞ അല്ല, അവർ ടോട്ടൽ വോട്ട് നോക്കൂ. നിങ്ങളെ മീഡിയ റിപ്പോർട്ട് ചെയ്തല്ലോ, നിങ്ങളുടെ മീഡിയ റിപ്പോർട്ട് കണക്ക് വെച്ച് പറയും. അല്ല, അവരുടെ കണക്ക് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് കിട്ടിയ ജില്ലാ പഞ്ചായത്തിലെ കണക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കാണ് നഗരസഭ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ആ വോട്ടിന്റെ കണക്ക് പ്രകാരമാണ് എല്ലാ വീടും റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അഴിയൂർ ഞങ്ങൾ ജയിക്കുന്നു, ചോറോട് ഞങ്ങൾ ജയിക്കുന്നു, മേപ്പൂർ ഞങ്ങൾ ജയിക്കുന്നു, പയ്യോളി ഞങ്ങൾ ജയിക്കുന്നു, അരിക്കുളം ഞങ്ങൾ ജയിക്കുന്നു. 5 അവിടെ മൊകേനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ 2 വോട്ട് നോക്കിക്കൊള്ളു, ജില്ലാ പഞ്ചായത്ത് ചോദിക്കോളൂ. അതെ, അടുത്ത ശരി. ഓക്കെ, അപ്പൊ എന്നാ ശരി. CPM പാർട്ടി ലീഡേഴ്സ് എല്ലാം ഫിസിക്കൽ മാസം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ശരി, കായിക അധ്യാപകരായ